2025 തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു വിഷൻ ബോർഡ് സെറ്റാക്കുക. ഇതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണ് ഞാൻ സക്സസ് ആവണ്ടേന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം കൂടെ ഞാനൊരു ബോർഡ്, ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഇത് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മാർക്കർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ റാൻഡമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ആളൊരു സൈക്കോതെറാപ്പിസ്റ്റ് എന്തോ ആണ്, അപ്പോൾ ആളാണ് പറഞ്ഞത് 2025 മുന്നേ വിഷൻ ബോർഡ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വരുന്നത്, ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആവണമെന്ന് വിചാരിക്കുന്ന 5 മേഖലകൾ: ഹെൽത്ത്, വെൽത്ത്, കരിയർ, സ്പിരിച്വൽ, റിലേഷൻഷിപ്പ്. അതിൽ വീഡിയോയിൽ പറയുന്നത് 80% എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗോളാണ്, അത് അടുത്ത 1 വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ നടക്കേണ്ടതാണ് 80%. ബാക്കി 20% എന്ന് പറയുന്നത് ലോങ് ടേം ഗോൾസാണ്, അത് നമുക്ക് എന്താണേലും. അപ്പം ഞാൻ അങ്ങനെ ഒരു 80-20 റൂളൊന്നും ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചുമ്മാ പ്രോസസ്സ് കാണിച്ചു തരാം. ഞാൻ എക്സാക്ട്ലി എന്താണ് പ്രിൻ്റ് എടുത്തേക്കുന്നതെന്ന് കാണിക്കുന്നില്ല. നമുക്ക് നോക്കാം, അടുത്ത കൊല്ലം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നോക്കാം, ഒരുമിച്ച് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നടക്കുന്ന നമ്മൾ വിശ്വസിക്കണം, അതാണല്ലോ മാനിഫെസ്റ്റിംഗ്. നടക്കാത്ത കാര്യങ്ങളെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ മറന്നുപോയ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതം അതൊക്കെ നടക്കുന്നുണ്ട്. ഏതൊക്കെ ഒരു പോയിന്റിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഓക്കെ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പറയും, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതായത് ലോകം മൊത്തം അത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നു. അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു നമുക്ക് തന്നെ നമ്മുടെ ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. എൻ്റെ ലൈഫിൽ എനിക്കിതൊക്കെ വേണം, അല്ലെങ്കിൽ ഞാനിതൊക്കെ ഒത്തിരി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് ചെയ്ത് നോക്കുമ്പോൾ. ഒരു എന്തായിട്ട് എടുക്കാം. കുറേ ചാർട്ട് പേപ്പേഴ്സ് വാങ്ങിച്ചു. ഇതിങ്ങനെയാണ് വന്നത്. 5 കളേഴ്സ് ഉണ്ട്, എല്ലാം നല്ല ഇടിവെട്ട് കളേഴ്സാണ്. ഒരു കളർ ഇഷ്ടമായില്ല ഇതിൽ. പിന്നെ തമ്മിൽ ഭേദം മഞ്ഞയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അപ്പം അത് കുറച്ചെങ്കിലും ചേരുന്നത്. തൽക്കാലം മഞ്ഞേന്ന് തുടങ്ങാൻ, ഇനി എങ്ങാനും തികഞ്ഞില്ലെങ്കിൽ അടുത്ത കളർ എടുക്കാം. എങ്ങനെ തുടങ്ങണം, എന്തായിത്തീരും, വൃത്തിയാവുമോ എന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. നമുക്കിത് ആക്ച്വലി ഇതിൽ ചെയ്യാം, ക്യാൻവ ആപ്പൊക്കെ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് വർക്ക് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ എഫേർട്ട് ഇട്ടിട്ട്, കാരണം എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, അപ്പം ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്തത് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച്, ഇപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അപ്പോൾ അതിൻ്റെ പേരടിച്ചു കൊടുക്കുക, അപ്പോൾ കുറേ ഫോട്ടോസ് വരുമല്ലോ. അപ്പോൾ ഞാനതെല്ലാം കൂടെ ജസ്റ്റ് ഷോ യു ആൻ എക്സാമ്പിൾ. ഞാൻ എന്താ ചെയ്ത, ക്യാൻവയിൽ പോയിട്ട് ഒരു അറേഞ്ച് ചെയ്തു, പിക്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ട്, ഇതൊരു എക്സാമ്പിൾ. ഇത് കുറേ എൻ്റെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തത്. കളറിൽ പ്രിൻ്റ് ഔട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടിയാൽ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. കുറേ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായിട്ട് എനിക്ക് പിന്നെ ഫോൺ മൊത്തം സ്റ്റക്കായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു ബാക്കി ഇനി നാളെ എങ്ങാനും കണ്ടിന്യൂ ചെയ്യാം. 11:30 എനിക്കാണെങ്കിൽ കാലത്ത് വർക്കുണ്ട്. ഞാൻ ജസ്റ്റ് മൈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ എഴുതി വെച്ചു. നമുക്ക് ഇതിന് ചുറ്റും ബാക്കിയുള്ള പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഒട്ടിക്കണം. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഉറങ്ങാൻ കിടന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഓർത്ത് ഇന്ന് രാത്രി തന്നെ ചെയ്ത് അവസാനിപ്പിക്കാം. അത് നാളെ ആഴ്ചത്തേക്കിനും മടിയാവും. ഇപ്പോൾ ഉള്ള ഈ ത്വര നാളത്തേക്ക് പോവും. അതെ, 12 മണിയായി ഉറങ്ങാൻ കിടന്ന ഞാൻ. ബെഡ് അലങ്കോലാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് താഴെ
എനിക്ക് ഓർമ്മ പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ അസൈൻമെൻ്റ് ഒക്കെ ഇങ്ങനെ A4 ഷീറ്റിലൊക്കെ കുത്തിയിരുന്ന് ചെയ്യില്ലേ, അതൊക്കെ ഓർമ്മ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ എഴുതാറില്ല, വായിക്കാറില്ല, മലയാളം എഴുതലൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാനിങ്ങനെ ഐഡിയാസും സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഫസ്റ്റ് എഴുതി വെക്കുക, എന്താണ് പറയേണ്ടത്, എന്നാലും ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അങ്ങനെ വേണ്ടി ഞാൻ പേന കയ്യിലെടുത്ത് ഇപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ആക്ച്വലി കുറേ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഏതെങ്കിലുമൊക്കെ കാലത്ത് നടക്കുന്ന ട്രൂലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഇതൊന്നുമല്ല, കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ. തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ഞാൻ അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളൊന്നുമല്ല, എനിക്കിതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ല. ബട്ട് എവിടെന്നെങ്കിലും തുടങ്ങാതെ വേറെ വഴിയില്ലല്ലോ. അയ്യോ, ഇത് തീർച്ചയായിട്ടും എനിക്ക് കിടന്നുറങ്ങാൻ. ഇതിപ്പോൾ ആ ഒരു ടെൻഷനോടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിന് അങ്ങനെ ഇന്ന റൂളൊന്നും ഒന്നുമില്ല, എല്ലാം ഇതിങ്ങനെ നിറഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലേ, ആഗ്രഹിക്കാം, നമുക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാമല്ലോ. ഇതിപ്പം നടക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് കൊള്ളാൻ കേട്ടോ, ഒരു ഒട്ടിച്ചു വരുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. എൻ്റെ വിഷൻ ബോർഡിലെ ഒരു പിക്ചറ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ പാരൻസിനെ എപ്പോഴേലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം അമ്മ ഇങ്ങനെ പറയും, നിൻ്റെ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് കാനഡയിലോട്ട് കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, മിക്കവാറും നിൻ്റെ പിള്ളേർ അവർ നല്ല ആരോഗ്യത്തിലും നല്ല കണ്ടീഷനിലിരിക്കുമ്പോൾ അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് എനിക്ക് പിള്ളേരുണ്ടായി അത് അവരെ യൂസ് ചെയ്യുന്ന പോലെ ആവില്ലേ, അങ്ങനെയല്ലാതെ കാനഡ ഒക്കെ കാണിച്ചു കൊടുക്കാൻ, അവരെ കൊണ്ട് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ദൈവം നടത്തി തരട്ടെ. നമ്മൾ കുറേ ഒരു ആഗ്രഹം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വപ്നം ഇല്ലാണ്ട് ചുമ്മാ ജീവിക്കുന്നത് വേസ്റ്റ് അല്ലേ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട. എനിക്കങ്ങനെ ബില്യണർ ആവണം. ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ്. ചിലർക്കൊരു ലക്ഷറി ബാഗ് വാങ്ങുന്നതായിരിക്കും അവരുടെ ലൈഫിലെ അൾട്ടിമേറ്റ് എയിം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു എയിം ആയിരിക്കും ചെറുപ്പം തൊട്ടേ. ഇപ്പം ബോയ്സിനെന്ന് പറയുമ്പം അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രീം കാർ, അത് നമുക്കിപ്പോൾ ചിന്തിക്കുമ്പം അഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും, പക്ഷേ ആഗ്രഹിക്കാമല്ലോ. നിറഞ്ഞ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. വീഡിയോ ചെയ്യണമെന്നേ വിചാരിച്ചതല്ല, വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, ഇനിയിപ്പം കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർഡായി ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. ഞാൻ ഓർത്തു, ഓക്കെ ഫൈൻ, എന്നാൽ വീഡിയോ ചെയ്യാം. പ്രായമായി, പണ്ടത്തെ പോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുമ്പോഴേക്കും നടുവും പുറമൊക്കെ വേദന. ഒരാഗ്രഹമാണ് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. ഓക്കെ, ഒരു ബാലൻസ്ഡ് മീലിൻ്റെ ഇത് ഞാൻ പ്രിൻ്റ് എടുത്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഞാനും കൂടെ എഫേർട്ട് ഇടണം. എല്ലാം യൂണിവേഴ്സ് കൊണ്ട് തരുന്നു പറഞ്ഞിട്ട് ഞാൻ കണ്ട ജങ്കെല്ലാം വാരി വലിച്ച് കഴിച്ചിട്ട് വിഷൻ ബോർഡിലുണ്ടായിരുന്നു നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടണം. ഓൾമോസ്റ്റ് ഡൺ. എനിക്ക് 2 പിക്ചേഴ്സും കൂടെ എന്നാലും കുഴപ്പമില്ല, ഫില്ലാവാറായി ഏകദേശം. വിഷൻ ബോർഡ് അങ്ങനെ ഫൈനലി സെറ്റായി. ഞാനത് കാണിക്കുന്നില്ല, കാരണം ചില ആഗ്രഹങ്ങൾ കുറച്ച് ഓവറാന്ന് കാണുന്നവർക്കൊക്കെ തോന്നും. ഇത് ഞാൻ തള്ളുന്നതല്ല, നമ്മളൊരു ബോർഡ് ഉണ്ടാക്കി ഇതിലോട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സീയിങ്. ഇപ്പം എനിക്കിതിൽ പേഴ്സണലി നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സീയിങ് മൈ ഫ്യൂച്ചർ. ഒരു ഹാപ്പി ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചറാണ് ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം എൻ്റെ ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. നെഗറ്റിവിറ്റി ഇല്ല, ദുരന്തങ്ങളില്ല, ദുരിതങ്ങളില്ല. നമുക്കിതിൽ നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതെല്ലാം നടക്കുമെന്ന് ആലോചിക്കുമ്പോൾ
സോ ഐ മീൻ ലൈക്ക് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. നടക്കോ നടക്കാതിരിക്കുക വോട്ടെവർ, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓ എൻ്റെ ഭാവി ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നൊരു ഇത് നമുക്ക് കിട്ടും. ആൻഡ് അതെന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കുന്ന ഒരു അടിപൊളി വർഷമാവട്ടെ 2025. എല്ലാ വർഷവും നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ 2024 കുറേ പേർക്ക് നല്ലത് സംഭവിച്ചു, കുറേ പേർക്ക് കുറേ നഷ്ടങ്ങളുണ്ടായി കാണും. എല്ലാം പോട്ടെ, എല്ലാം മനസ്സിലാവും. 2025 will be my year. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ പ്രേ, ഐ ഹോപ്പ് 2025 എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമാവട്ടെ. എല്ലാവരും വിഷൻ ബോർഡൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഒത്തിരി ബെറ്റർ ആക്കാനത് പേഴ്സണലി നമുക്കൊരു സന്തോഷം കിട്ടും ഇത് കാണുമ്പോൾ തന്നെ. വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലെന്താ ഉള്ളതെന്ന് ആരോടും പറയണ്ട. കാരണം ഒരുവിധം ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മൾ നന്നാവുന്നത് ഇഷ്ടമല്ല. നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്ന ടീംസാണ്. സോ നമുക്ക് അത്രയും വിശ്വാസമുള്ള, അത്രയും ട്രസ്റ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് സക്സസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. കാരണം ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ നശിച്ചു പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആരും അങ്ങനെ ജെന്യുവനായിട്ട് ഇവളെ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നത് ചുരുക്കം പേര് നമ്മുടെ പാരൻസൊക്കെ കാണത്തുള്ളൂ. സോ ഇതൊരു സീക്രട്ട് പോലെ കീപ്പ് ചെയ്താൽ മതി.